ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യ ഹർജി ദുർഗിലെ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കന്യാസ്ത്രീകളായ സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരുടെ ജാമ്യ ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. കന്യാസ്ത്രീകളെ കാണാനായുള്ള ഇടത് പ്രതിനിധി സംഘം ദുർഗ് ജില്ലാ ജയിലിൽ എത്തി. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നു. അനൂപ് ദാസ്, ഇടത് പ്രതിനിധി സംഘം ജയിലിൽ എത്തി. ഇന്ന് ജാമ്യാപേക്ഷ എപ്പോഴാണ് പരിഗണിക്കുക? രാവിലെ 11 മണിക്ക് ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ദുർഗിലെ ജില്ലാ കോടതിയിലേക്ക് ഇടത് എംപിമാരുടെയും ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുടെയും സംഘം എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം എ റഹീം എം പി, ഒപ്പം തന്നെ PP സുനീർ MP എന്നിവർ ഉണ്ട്. അകത്തേക്ക് ബൃന്ദാക്കാരായിട്ട് ആനി രാജ ഉൾപ്പെടെ ഉള്ള നേതാക്കൾ, ഇടത് നേതാക്കൾ, ഒപ്പം തന്നെ ജോസ് കെ മാണി എന്നിവർ അകത്തേക്ക് പോയിട്ടുണ്ട്. അവർ ഇപ്പോൾ കന്യാസ്ത്രീകളെ കണ്ടു സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇന്നലെ തന്നെ ഇവർ വന്നിരുന്നു. പക്ഷേ അകത്തേക്ക് കടക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. കാരണം വൈകിട്ട് 2 മണി വരെ, ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമേ അകത്ത് കയറി ആളുകളെ കാണാനുള്ള അനുമതി ഇവിടെ ജയിലിനകത്തുള്ളൂ. അതിനുശേഷം വന്ന ആളുകൾ അനുവദിച്ചില്ല. എന്തായാലും ഇന്ന് രാവിലെ എത്തിയ ഇടത് സംഘത്തെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കന്യാസ്ത്രീകളുമായി സംസാരിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ജില്ലാ ജയിലിന് മുന്നിലുള്ള ഒരു കാഴ്ച നോക്കിക്കഴിഞ്ഞാൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നിരവധി പോലീസുകാരുണ്ട്. അവരെല്ലാവരും ഈ ജയിലിൻ്റെ ചുറ്റിലും സുരക്ഷ ഒരുക്കി നിൽക്കുന്നത് കാണാം. ഒപ്പം തന്നെ ജില്ലാ വനിതാ ജയിലിന് മുന്നിൽ വടം കെട്ടി വനിതാ പോലീസുകാർ ഉൾപ്പെടെ നിൽക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും കൂടുതൽ MLA മാർ, കോൺഗ്രസിൻ്റെ MLA മാരായ സജീവ് ജോസഫും ഒപ്പം തന്നെ റോജി M ജോണും ഇവിടെ ഉണ്ട്. സജീവ് ജോസഫിനൊപ്പം വന്ദന ഫ്രാൻസിസിൻ്റെ, ജയിലിനകത്തുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസിൻ്റെ സഹോദരങ്ങളുമുണ്ട്. എന്തായാലും കേരളത്തിലേതുപോലെ തന്നെ വളരെ സജീവമായ ചർച്ചയായി ഛത്തീസ്ഗഡിലും ഈ കേസ്, കന്യാസ്ത്രീകളുടെ അറസ്റ്റ് മാറിയിട്ടുണ്ട്. ഇന്നലെ കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. ഇന്ന് സെഷൻസ് കോടതി ജാമ്യം പരിഗണിക്കും, ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ സിസ്റ്റർമാരുടെ സഹോദരന്മാർ, ഒപ്പം തന്നെ സഭയുമായി ബന്ധപ്പെട്ട ആളുകൾ, കോൺഗ്രസിൻ്റെയും മറ്റ് ഇടതുപക്ഷത്തെയും MP മാരും MLA മാരും ഒക്കെ ഉള്ളത്.